Vototam, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. NITC. ജനനന്മയ്ക്കായി ജനകീയ സ്ഥാപനം NITC, ന്യൂ ഇന്ത്യ ട്രാവൽ കോപ്പറേറ്റീവ് ലിമിറ്റഡ്. Co-powered by Amrithveni. അമൃത്വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. ഐബിസിലൂടെ. Indian Institute of Commerce, Lakshya. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. In association with ബ്രൂക്ക് പെയിന്റ്സ് നമ്മുടെ വീടിന് ഭംഗിയും സുരക്ഷയും നൽകുന്നു. വോട്ടോട്ടം എന്നുള്ളത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലാണ്. കഴിഞ്ഞ തവണ, അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി 4,31,773 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി വിജയിച്ച മണ്ഡലമാണ്. ഇത്തവണ അവിടുത്തെ ജനങ്ങളുടെ മനസ്സിലെന്താണ്, ഒപ്പം അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്താണ്, അവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ പരിശോധിക്കാം. വയനാട് ജില്ലയിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി മത്സരിച്ചതിനേക്കാൾ മികച്ച ഒരു ഭൂരിപക്ഷത്തിൽ ഇത്തവണ വിജയിക്കും. ഏകദേശം 5 ലക്ഷത്തിൽ പരം ഭൂരിപക്ഷത്തിന് ഇത്തവണ രാഹുൽ ഗാന്ധിയെ വയനാട്ടിലെ ജനത നെഞ്ചിലേറ്റും. അതോടൊപ്പം മറ്റ് സ്ഥാനാർത്ഥികളെ വെല്ലുവിളി കാര്യമായിട്ടൊന്നും രാഹുൽ ഗാന്ധി ബാധിക്കില്ല. പുതിയ വോട്ടർമാർ ഉൾപ്പെടെ ബൂത്ത് തലത്തിലുള്ള വോട്ടർ മികച്ച രീതിയിലുള്ള പ്രതികരണമാണ് രാഹുൽ ഗാന്ധിക്ക് നടത്തുന്നത്. അതോടൊപ്പം കഴിഞ്ഞ 5 വർഷക്കാലം രാഹുൽ ഗാന്ധി ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ തന്നെ ജനങ്ങൾക്കറിയാം. ഏകദേശം 123.4% കോടി രൂപയുടെ പാർലമെന്റിൽ തന്നെ മികച്ച ഒരു MP-യുടെ വികസന പ്രവർത്തനങ്ങളാണ് രാഹുൽ ഗാന്ധി ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കിയത്. വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലമാണ് വയനാട്. എന്നിരുന്നാലും രാഹുൽ ഗാന്ധി ഇത്തവണ ന്യായ് പദ്ധതികൾ ഉൾപ്പെടെയുള്ള വലിയ പാക്കേജുകളാണ് ഈ പ്രകടന പത്രിക ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ കൃത്യമായ രീതിയിൽ അത് വീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് വലിയൊരു ഭൂരിപക്ഷം ഇത്തവണ നേടാൻ കഴിയും. മറ്റ് സ്ഥാനാർത്ഥികൾ വെല്ലുവിളികൾ എന്ന് ചോദിച്ചൊരു ചോദ്യം അപ്രാപ്യമാണ്. ആ ഒരു ചോദ്യത്തിന് തന്നെ വയനാട്ട് പാർലമെന്റ് മണ്ഡലത്തിൽ പ്രസക്തിയില്ല. രണ്ടാമതൊരു കാര്യം, പ്രചരണ രംഗത്ത് ഏറ്റവും മികച്ച രീതിയിൽ ബൂത്ത് തലം മുതൽ ഈ പാർലമെന്റ് തലത്തിൽ വരെ, അത് വിദ്യാർത്ഥി മേഖലകളിലും യുവാക്കളുടെ മേഖലകളിലും സ്ത്രീകളുടെ മേഖലകളിലും അതുപോലെ തന്നെ പൊതുജനം, അതുപോലെ തന്നെ സാധാരണ മേഖലകളിലെ ആളുകൾ ഉൾപ്പെടെ എത്തിച്ചേർന്നിട്ടുള്ള ജനങ്ങൾ ഉൾപ്പെടെ, അതായത് UDF പ്രവർത്തകർക്ക് അപ്പുറത്തേക്ക് ജനങ്ങൾ പോലും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഇറങ്ങി പ്രചരണത്തിന് മുമ്പിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് കഴിഞ്ഞ 5 വർഷക്കാലം എല്ലാ മേഖലകളും അദ്ദേഹം നടത്തി വന്നിട്ടുള്ളൊരു വികസനം, കൃത്യമായി 123.4% വികസനം ഈ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ കൊണ്ടുവന്നതിന്റെ അടിസ്ഥാനത്തിലും, അതുപോലെ തന്നെ നേതാക്കളൊക്കെ തന്നെ പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഇടതുപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ടാണ് UDF-നെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നേറുന്നത്. മറുവശത്ത് പൊന്നാനിയിൽ ലീഗ് വിമതനായ, അല്ലെങ്കിൽ ലീഗിൽ നിന്ന് മുൻ ലീഗ് നേതാവായിരുന്ന KS ഹംസ മുസ്ലിം ലീഗിനെതിരെ മറ്റ് കുടുംബങ്ങൾക്കുൾപ്പെടെ ആര് സഹായങ്ങൾ ചെയ്തുവെന്നും, കർണാടക ഗവൺമെന്റിന്റെ, അതായത് കർണാടക കോൺഗ്രസ് സർക്കാരിന്റെ 15 ലക്ഷം ഉൾപ്പെടെ ആര് നൽകി എന്നുള്ള വിഷയങ്ങളൊക്കെ തന്നെ വയനാട്ടിൽ ചർച്ചയാവുമ്പോൾ ആ ചർച്ചയ്ക്കൊക്കെയുള്ള മറുപടി ആയിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്ന് പറയുന്നത് അത് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം 4,31,773 നിന്നും 5 ലക്ഷത്തിന് മുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലുള്ളത്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാട്ടുകാർക്ക് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള വേറൊരു പ്രത്യേകതയുണ്ട്. വയനാട്ടിലെ വോട്ടർമാർ, നമ്മളൊക്കെ തലമുറ എന്ന് പറയുന്നത് പണ്ടുള്ള കാലങ്ങളിൽ ദാരിദ്ര്യവും പട്ടിണിയും കൊടുമ്പിണി കൊണ്ട കാലഘട്ടത്തിൽ താഴ്നാടുകളിൽ നിന്ന് കുടിയേറി വന്ന ആളുകളാണ് നമ്മുടെയൊക്കെ തലമുറ. ആ സമയത്ത് ഹൈന്ദവനെന്നോ ക്രൈസ്തവനെന്നോ മുസൽമാനെന്നോ എന്ന് വേർതിരിവില്ലാണ്ട് പട്ടിണിയും പരിവട്ടവും ഒരുമിച്ച് അനുഭവിച്ച് വളർന്ന് ഒരേ പാടിയിൽ പാർത്ത് ഒരേ പണിസ്ഥലത്ത് പണിയെടുത്തുകൊണ്ട് വളർന്നു വന്ന ഒരു തലമുറയുടെ പിൻഗാമികളാണ് ഞങ്ങൾ. അപ്പോൾ തികച്ചും കേരളത്തിലുള്ള മറ്റു ആളുകളെക്കാളും വയനാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ജനാധിപത്യം, മതേതരത്വം വിളക്കൂറുള്ള മണ്ണാണ് ഈ വയനാട്ടിലെ മണ്ണ്. വയനാട്ടിലെ ജനങ്ങൾ തികച്ചും ഇപ്പോൾ നമ്മുടെ NDAയുടെ സ്ഥാനാർത്ഥി വയനാട്ടിൽ വന്ന സമയത്ത് തന്നെ ആദ്യം ഇറക്കിയ പ്രസ്താവന എന്ന് പറയുന്നത് വർഗീയ വിഷം, അതായത് സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റണമെന്നാണ്. അദ്ദേഹത്തിന്റെ ആ പ്രസ്താവനയിൽ തന്നെ ഒരു രീതിയിലും അദ്ദേഹത്തിന് പണ്ടുണ്ടായ ആ വോട്ട് പോലും ലഭിക്കില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വർഗീയത വിളമ്പിക്കൊണ്ട് ഒരു വോട്ട് പോലും ഈ വയനാട്ടിൽ നിന്ന് ആർക്കും ലഭിക്കില്ല. പിന്നെയുള്ളത് നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീമാൻ രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി മതേതര ഇന്ത്യയുടെ നായകനാണ്, നമ്മുടെ പ്രതീക്ഷയാണ്. ശ്രീമാൻ രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ വർഷത്തെ, കാരണം 4.5 ലക്ഷം വോട്ടിലാണ് കഴിഞ്ഞ വർഷം നമ്മൾ ജയിപ്പിച്ചു വിട്ടത്. ഈ വർഷം 5.5 ലക്ഷം കൂടുതൽ വോട്ട് ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. കഴിഞ്ഞ 5 വർഷം രാഹുൽ ഗാന്ധി
വയനാട് പാർലമെന്റിൽ നല്ല വികസന പ്രവർത്തനം നടത്തിയത്. കോവിഡ് കാലത്തും പ്രളയകാലത്തും ഒക്കെ അദ്ദേഹം ഈ വയനാടിനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. മാത്രമല്ല വയനാട്ടിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. ഈ വന്യമൃഗശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് വയനാട്ടിൽ. ഓരോ ദിവസവും വന്യമൃഗങ്ങൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഈ കേരളത്തിലെ ഗവൺമെന്റ് പോലും ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ജോഡോ യാത്ര നടത്തുന്ന സമയത്ത് അത് നിർത്തിവെച്ചിട്ടാണ് അദ്ദേഹം വയനാട് സന്ദർശിക്കുകയും ഈ മരണപ്പെട്ട വീടുകളൊക്കെ സന്ദർശിക്കുകയുണ്ടായി. വയനാടിനെ ചേർത്ത് പിടിച്ച ഒരു MP ആണ് രാഹുൽ ഗാന്ധി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ മത്സരിക്കുന്ന ഇടതുപക്ഷവും അതേപോലെ BJP എന്ന് പറയുന്നത് BJPയുടെ MP BJPയുടെ പ്രതിനിധിയായി മത്സരിക്കുന്ന സുരേന്ദ്രനോട് ഞങ്ങൾ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. ആന ചവിട്ടി മരിച്ച ഒരു സഹോദരന് കർണാടക ഗവൺമെന്റ് 5 ലക്ഷം രൂപ കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ BJP ആണ് അതിനെ സമരം ചെയ്ത്. അദ്ദേഹം അതിനെക്കുറിച്ച് വയനാട്ടിൽ സംസാരിക്കുന്നില്ല. ഇടതുപക്ഷം ഞങ്ങൾ ചോദിക്കുന്നത് അവർ ചിഹ്നം നിലനിർത്താൻ വേണ്ടി മത്സരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾക്കൊക്കെ ആഗ്രഹം ഇന്ത്യ ഇവിടെ നിലനിൽക്കണം. ഈ ജനാധിപത്യവും ഈ മതേതരത്വവും ഈ സാഹോദര്യം ഇവിടെ നിലനിന്നുകൊണ്ട് രാജ്യം നിലനിൽക്കണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ലോകത്ത് തന്നെ അഭിമാനത്തോടെ നിൽക്കുന്ന രാജ്യം അതേപോലെ നിലനിൽക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വിജയിപ്പിക്കണമെന്ന് പറയുന്നത്. പക്ഷേ ഇടതുപക്ഷം മത്സരിക്കുമ്പോൾ തന്നെ പറയുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ ചിഹ്നം, അതായത് ഞങ്ങളുടെ പാർട്ടി പദവി നിലനിൽക്കാൻ വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണമെന്നാണ്. അപ്പോൾ അതിൽ തന്നെ ഞങ്ങൾക്ക് വിരോധാഭാസമാണ്. കാരണം രാജ്യം നിലനിൽക്കണോ വേണ്ടയോ എന്നുള്ള തെരഞ്ഞെടുപ്പിൽ ചിഹ്നം നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലേക്ക് പോകുമ്പോൾ അതൊരു വിരോധാഭാസമായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്. വളരെയധികം പ്രതീക്ഷയോടെ തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന് നേരിടുന്നത്. കാരണം നമ്മൾ വലിയ വലിയ രാഷ്ട്രീയ നേതാക്കൾ അതുപോലെ രാഷ്ട്രീയത്തിൽ അത്ര പ്രാഗൽഭ്യം തെളിയിച്ചവരൊക്കെ പറയുന്നത് ഇത് ഇന്ത്യയുടെ ചിലപ്പോൾ അവസാനത്തെ തെരഞ്ഞെടുപ്പായിരിക്കും എന്നുള്ളത്. അത്തരത്തിൽ ഇന്ത്യ നിലനിൽക്കുകയോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഉടൻ ഉത്തരമാവുന്ന ഈ തെരഞ്ഞെടുപ്പാണ്. അത്തരത്തിൽ ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ പ്രതീക്ഷ എന്ന് പറയുന്നത് ആനിരാജയെ പോലെയുള്ള ഒരു ഇടതുപക്ഷത്തിന്റെ നേതാവ് തന്നെ കൃത്യമായിട്ട് ഇടപെടുന്നതും ഗ്രൗണ്ട് ലെവൽ ഗ്രാസ് റൂട്ട് ലെവലിൽ ഇറങ്ങി ഇടപെടുന്ന ഒരു നേതാവാണ് ഇപ്രാവശ്യം വയനാട് ജില്ലയിൽ മത്സരിക്കുന്നത്. അത് വളരെയധികം പ്രതീക്ഷകൾ നൽകുന്നത്. കാരണം ബിൽക്കിസ് ബാനു വിഷയമായാലും നമ്മുടെ ഇവിടെ മിസോറാമിൽ നടന്നതും മണിപ്പൂരിൽ നടന്നതും അതുപോലെ തന്നെ തമിഴ്നാട് അന്യ സംസ്ഥാനങ്ങളിലൊക്കെ എവിടെയൊക്കെ ഒരു വിഷയം നടക്കുന്നുണ്ടോ അത് എന്ത് വിഷയമാണെന്ന് നോക്കാതെ അതിന്റെ മുമ്പ് തന്നെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുന്ന ഒരു കൃത്യമായിട്ട് തന്നെ ഗ്രാസ് റൂട്ടിൽ ഇറങ്ങി ചെന്ന് ഒരു ഇടപെടൽ നടത്തുന്ന ഒരു നേതാവ് തന്നെയാണ് ആനിരാജ. അത്തരത്തിൽ ഒരു നേതാവ് ഇവിടെ വരുമ്പോൾ വയനാട് കോൺസ്റ്റിറ്റ്യുവൻസിയിലെ എല്ലാ വിഭാഗത്തിൽ വരുന്ന ആൾക്കാരും ഇരു കൈ നീട്ടി ഈ നേതാവിനെ സ്വീകരിക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷമായി നമുക്കറിയുന്ന പോലെ തന്നെ രാഹുൽ ഗാന്ധി ബഹുമാനപ്പെട്ട പ്രതിപക്ഷത്തിന്റെ തന്നെ അല്ലെങ്കിൽ ഈ കോൺഗ്രസിന്റെ തന്നെ ഏറ്റവും സമുദ്രമായിട്ടുള്ള നേതാവ് തന്നെയാണ്. അത്തരത്തിൽ അദ്ദേഹം ഒരു നേതാവ് എന്നുള്ള രൂപത്തിൽ ഒക്കെ ആണെങ്കിലും പക്ഷേ കഴിഞ്ഞ 5 വർഷ കാലയളവിൽ ഇവിടെ നമ്മുടെ വയനാട് ജില്ലയുടെ വയനാട് കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഒരു MP എന്നുള്ള രൂപത്തിൽ തികച്ചൊരു പരാജയമായി പോകുന്ന ഒരു സ്ഥിതിയിലോട്ട് മാറിയിട്ടുണ്ട്. അദ്ദേഹം നമ്മളൊരു ദേശീയ നേതാവാണല്ലോ, അദ്ദേഹം പാർലമെന്റിൽ ഇടപെടും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പേരിലായിരിക്കും വയനാട് ജില്ലയിലെ ആൾക്കാർ അദ്ദേഹം ജയിപ്പിച്ചിട്ട്. പക്ഷേ അത്തരം നമ്മൾ പരിശോധിക്കുമ്പോൾ പോലും വിരലുണ്ടാവുന്ന അല്ലെങ്കിൽ 10 കൂടുതലോ ആയിട്ടുള്ള തവണ മാത്രമാണ് ശരാശരി നമ്മുടെ 76 ശരാശരി വരുന്ന പാർലമെന്റ് അറ്റൻഡൻസിൽ 51% വരുന്നത്. ഒറ്റ ബില്ല് പോലും പ്രൈവറ്റ് ബില്ല് പോലും അവതരിപ്പിക്കാത്ത ഒരു നേതാവായിട്ട് രാഹുൽ ഗാന്ധി മാറുകയാണ്. അത്തരത്തിൽ പാർലമെന്റിൽ ആൾക്കാർ വിചാരിക്കുന്നു വയനാട്ടിലുണ്ടെന്ന്, പക്ഷേ വയനാട്ടുകാർ വിചാരിക്കുന്നു പാർലമെന്റിലുണ്ട്. പക്ഷേ ഈ 2 സ്ഥലത്തും ഇല്ലാത്ത രൂപത്തിലോട്ടാണ് മാറുന്നത്. പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഒരു വർഗീയ വേർതിരിവ് ഉണ്ടാക്കാം എന്നുള്ളതാണ് കേരളത്തിൽ അവർ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ ഇവിടെ വന്ന് മത്സരിക്കുന്നത്. അത്തരത്തിൽ BJPക്ക് വോട്ട് മെച്ചപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റി വലിയൊരു സംശയം തന്നെയാണ്. കാരണം അവർക്ക് വയനാട്ടിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? കാരണം കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ അല്ലെങ്കിൽ ഇവിടെ അധികാരത്തിൽ കയറി 2014 അധികാരത്തിൽ മോദി ഗവൺമെന്റ് അധികാരത്തിൽ കയറി അന്ന് തൊട്ട് ഇന്ന് വരെ ഈ നാട്ടിലുള്ള ദളിതുമാരായാലും മുസ്ലിമുകളായാലും വർഗീയ ലഹള ഉണ്ടാക്കിക്കൊണ്ട് വേട്ടയാടുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അത്തരത്തിൽ വയനാട്ടിലെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ ഈ 2 സ്ഥാനാർത്ഥികളും പിന്തള്ളിക്കൊണ്ട് ആനിരാജയെ ജയിപ്പിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. നമ്മളെ വയനാട് ജില്ല എന്ന് പറയുന്നത് കുറച്ച് പരിസ്ഥിതി ലോല പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ബദൽ പാത എന്നുള്ളത് കാലാകാലങ്ങളായിട്ട് വയനാട് ജില്ലക്കാരുടെ ആവശ്യമാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് ആനക്കാമ്പോയിൽ ഒരു തുരങ്കപാത അതിന്റെ പണി സർവേ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നിലവിൽ മനസ്സിലായിരിക്കുന്നത്. മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടിട്ട് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ അത് മാനന്തവാടി ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജ് ഉയർത്തിക്കൊണ്ടുവരുന്നു. അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന രൂപത്തിലോട്ട് സർക്കാർ കൃത്യമായിട്ട് ഇടപെട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. ബഡ്ജറ്റ് പ്രഖ്യാപനം അതിൽ മാത്രം ഒതുങ്ങി പോകുന്നില്ല, അതിന് ബാക്കിയുള്ള ഇടപെടലും കൂടെ സംസ്ഥാന സർക്കാർ എന്നുള്ള രൂപത്തിൽ നടത്തി പോകുന്നുണ്ട്. വോട്ടോട്ടം co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp, the intelligent choice. NITC, ജനനന്മയ്ക്കായി ജനകീയ സ്ഥാപനം NITC ന്യൂ ഇന്ത്യ ട്രാവൽ കോപ്പറേറ്റീവ് ലിമിറ്റഡ്, co-powered by Amarduveni.
അമൃത് വേണി ഹെയർ എലിക്സർ സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. ഐബിസിലൂടെ. Indian Institute of Commerce, Lakshya. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. In association with ബ്രൂക്ക് പെയിന്റ്സ് നമ്മുടെ വീടിന് ഭംഗിയും സുരക്ഷയും നൽകുന്നു. Vototam, co-presented by Berger Paints, 100 years of trust. Powered by ICL FinCorp, ICL FinCorp, the intelligent choice. NITC. ജനനന്മയ്ക്കായി ജനകീയ സ്ഥാപനം NITC ന്യൂ ഇന്ത്യ ട്രാവൽ കോപ്പറേറ്റീവ് ലിമിറ്റഡ്. Co-powered by Amrit Veni. അമൃത് വേണി ഹെയർ എലിക്സർ സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. ഐബിസിലൂടെ. Indian Institute of Commerce, Lakshya. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. In association with ബ്രൂക്ക് പെയിന്റ്സ് നമ്മുടെ വീടിന് ഭംഗിയും സുരക്ഷയും നൽകുന്നു. രാഹുൽ ഗാന്ധി ഒരു MP എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ മോശമാണ് പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ അറ്റൻഡൻസ്, പാർലമെന്റിൽ പങ്കെടുത്തിട്ടുള്ള ഡിബേറ്റുകളുടെ എണ്ണം, പ്രൈവറ്റ് ബില്ലുകളുടെ എണ്ണം, ചോദ്യങ്ങളുടെ എണ്ണം, ഇതൊക്കെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം പാർലമെന്റിൽ പോയിട്ടില്ല എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. വയനാട് പോലെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു ഭൂവിഭാഗത്തിന്റെ പ്രതിനിധിയായി പാർലമെന്റിൽ ചെല്ലുമ്പോൾ അദ്ദേഹം ദേശീയ രാഷ്ട്രീയ സമരത്തിലാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ അവഗണന തന്നെയാണ്. അപ്പോൾ ആ തരത്തിൽ രാഹുൽ ഗാന്ധിയെ പോലൊരു MP അല്ല നമുക്ക് വയനാട് ജില്ലയ്ക്ക് ആവശ്യം. ജില്ലയിൽ മുഴുവൻ സമയം ഇടപെടുന്ന രീതിയിലുള്ള ഒരു പാർലമെന്റ് മെമ്പറെയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ വീണ്ടും രാഹുൽ ഗാന്ധിയെ അങ്ങോട്ട് പറഞ്ഞയക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഇതിന്റെ ബാക്കി തന്നെയായിരിക്കും ഇനിയും സംഭവിക്കാനുള്ളത്. വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം എല്ലാ അതിഥികളെയും മനസ്സറിഞ്ഞ് സ്വീകരിക്കുന്ന ആളുകളാണ് വയനാട് ജില്ലക്കാർ. അതിപ്പോ വയനാട്ടിൽ രാഹുൽ ഗാന്ധി വരുമ്പോൾ അദ്ദേഹത്തെ ഭക്ഷണം കൊടുത്ത് സ്വീകരിക്കാൻ MP അല്ലെങ്കിൽ കൂടെ യാതൊരു മടിയുമില്ല. അതിന് 4 ലക്ഷത്തിന്റെ ഭൂരിപക്ഷം കൊടുത്തൊരു MP ആക്കേണ്ട ആവശ്യമൊന്നും വയനാട്ടുകാർക്കില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ദേശീയ രാഷ്ട്രീയ സമരമായിട്ട് മുന്നോട്ട് പോട്ടെ. വയനാട് ജില്ലയ്ക്ക് വയനാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു MP കിട്ടും. വയനാട് ജില്ലയിൽ കഴിഞ്ഞ 5 വർഷത്തെ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഒരു ധാരണ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി എന്നുള്ള ഒരു ടോക്കാണ്. അപ്പൊ ആ ഒരു സാധ്യത ഇത്തവണ എന്താ പറയുക പ്രവർത്തനത്തിൽ വളരെ പിന്നോക്കാവസ്ഥയിലേക്കാണ് പോവുക എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. MP ആയ സാഹചര്യത്തിൽ വന്യമൃഗശല്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യസഭയിൽ വിവിധ വിഷയങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ വയനാടിനെ എന്തുകൊണ്ട് മാറ്റി നിർത്തി എന്നുള്ള ഒരു ചോദ്യം ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. ജനങ്ങളെ പൊതുവായിട്ടുള്ള ഒരു വിഷയമാണിത്. കേരള സർക്കാർ 10 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും കേന്ദ്രത്തെ ഇടപെട്ടുകൊണ്ട് ആ കുടുംബങ്ങൾക്ക് വേണ്ട ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര സാഹചര്യത്തിൽ നിന്ന് MP-യുടെ ഭാഗത്ത് നിന്ന് എന്ത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് വരെ ഇവിടെ ജനങ്ങളുടെ ഒരു ചർച്ചാ വിഷയമായി കിടക്കുന്നതാണ്. പിന്നെ ആനി രാജ എന്ന് പറഞ്ഞ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രതിനിധി എന്ന് പറയുന്നത് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി നീതി ലഭിക്കുന്നതിനു വേണ്ടി അങ്ങേയറ്റം ഫൈറ്റ് ചെയ്യുന്ന ഒരു വനിതയാണ്. ആര് പോകണം എന്നതിലുപരിയായിട്ട് ഇപ്പോഴത്തെ അവസ്ഥ വേണമെങ്കിൽ ഞാൻ പറയാം. അതായത് സുരേന്ദ്രൻ NDA കാൻഡിഡേറ്റ് ഒരു ശക്തനായ ഒരു കാൻഡിഡേറ്റാണ്. ഏകദേശം ഒരു 2 ലക്ഷത്തോളം വോട്ട് പിടിക്കുന്നതാണ് എന്റെ കണക്കൂട്ടൽ. പിന്നെ ആനി രാജയ്ക്ക് നല്ലൊരു കാൻഡിഡേറ്റാണ്. കറപ്റ്റഡ് അല്ല, നല്ലൊരു കമ്മ്യൂണിസ്റ്റ് ആണ്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണത്തെ ആ ഒരു ലീഡോ ഇതൊന്നും കിട്ടില്ല. എൻ്റെ ഒരു കണക്കൂട്ടൽ പ്രകാരം ഒരു 1,20,000 വോട്ട് 1.5 ലക്ഷത്തിന്റെ താഴെയായിരിക്കും ലീഡ്. അതിന്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം സുരേന്ദ്രൻ സംസ്ഥാന നേതാവാണ്. BDJS കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതലായിട്ട് ഇത്തവണ സുരേന്ദ്രൻ നല്ലപോലെ കവർ ചെയ്യും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആനിരാജിക്ക് വോട്ട് കൂടും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ. തീർച്ചയായും രാജ്യത്തെ തിരിച്ചുപിടിക്കാനുള്ള ഒരു പോരാട്ടമാണ്. BJP നേതൃത്വത്തിലുള്ള സർക്കാർ രാജ്യത്തിന്റെ ഭരണഘടനയും രാജ്യത്തിന്റെ ജുഡീഷ്യറിയെയും ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറ്റാന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരെ വേട്ടയാടുമ്പോൾ രാജ്യത്ത് ജനാധിപത്യം തിരിച്ചുകൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് വലിയ ഭൂരിപക്ഷത്തോടുകൂടെ വിജയിപ്പിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് വയനാടൻ ജനത ഏറ്റെടുക്കുന്നത്.
ഈ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതോടെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും നല്ല VIP മണ്ഡലമായിട്ട് വയനാടിനെ ഉയർത്തി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി നടത്തിയ വികസന പ്രവർത്തനം, ഈ 5 വർഷം നടത്തിയ വികസന പ്രവർത്തനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി വോട്ട് ചെയ്യുന്നതും, അതേപോലെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ അതിന് നായകനായിട്ട് ഇന്ത്യ കോൺഗ്രസിനെ മാത്രമേ നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നുകൊണ്ട് രാഹുൽ ഗാന്ധി എന്താക്കണേ മത്സരിക്കുന്നതും, അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ ഭൂരിപക്ഷം 4,32,000 ആണെങ്കിൽ 5 ലക്ഷത്തിന് പുറത്ത് കിടക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ടാലും 5 ലക്ഷത്തിന് മേലിൽ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാവും. വോട്ടോട്ടം co-presented by Berger Paints 100 years of trust, powered by ICL FinCorp, ICL FinCorp, the intelligent choice. NITC, ജനനന്മയ്ക്കായി ജനകീയ സ്ഥാപനം NITC ന്യൂ ഇന്ത്യ ട്രാവൽ കോപ്പറേറ്റീവ് ലിമിറ്റഡ്. co-powered by അമൃതവേണി. അമൃതവേണി ഹെയർ എലിക്സിർ സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. Educational partners IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. ഐബിസിലൂടെ. Indian Institute of Commerce, ലക്ഷ്യ. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. In association with ബ്രൂക്ക് പെയിന്റ്സ് നമ്മുടെ വീടിന് ഭംഗിയും സുരക്ഷയും നൽകുന്നു. വോട്ടോട്ടം co-presented by Berger Paints 100 years of trust, powered by ICL FinCorp, ICL FinCorp, the intelligent choice. NITC, ജനനന്മയ്ക്കായി ജനകീയ സ്ഥാപനം NITC ന്യൂ ഇന്ത്യ ട്രാവൽ കോപ്പറേറ്റീവ് ലിമിറ്റഡ്. co-powered by അമൃതവേണി. അമൃതവേണി ഹെയർ എലിക്സിർ സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. Educational partners IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. ഐബിസിലൂടെ. Indian Institute of Commerce, ലക്ഷ്യ. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. In association with ബ്രൂക്ക് പെയിന്റ്സ് നമ്മുടെ വീടിന് ഭംഗിയും സുരക്ഷയും നൽകുന്നു. ഞങ്ങളൊരു മാറ്റമാണ് ആഗ്രഹിക്കുന്നത്. എന്നുവെച്ചാൽ ഞങ്ങൾ വനിതകളുടെ സ്ത്രീ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഈ രാഹുൽ ഗാന്ധി എന്ത് പ്രവർത്തനമാണ് ഈ പാർലമെന്റിലും എല്ലാം അവതരിപ്പിച്ചത് 5 കൊല്ലക്കാലം. ആ മണിപ്പൂരിലെ സ്ത്രീകളെ, നമ്മുടെ സഹോദരിമാരെ നഗ്നരാക്കി റോഡിൽ കൂടെ കൊണ്ടുപോയി. അവിടെ ആദ്യം ചെന്നത് ആനി രാജയാണ്. ആ ആനി രാജ സ്പോൺസേഡ് പ്രോഗ്രാമാണ്, മണിപ്പൂർ സർക്കാരിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമാണെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ആനി രാജയെ കേസിൽ ഉൾപ്പെടുത്തിയത്. ഈ രാജീവ് ഗാന്ധി എന്തുവാണ് ചെയ്തത് വനിതാ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട്? നമ്മുടെ സത്യമംഗലത്തെ സഹോദരിമാരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കോടതിയിൽ കൊടുക്കുകയും അവർക്ക് വേണ്ട നിയമസഹായം നൽകുകയും 10 കോടി രൂപ ഇന്ത്യയിൽ തന്നെ ഇത്രയും വലിയൊരു കിട്ടുന്നത് എവിടെ ഉണ്ട്? 10 കോടി രൂപ വാങ്ങിക്കൊടുത്തു. പിന്നെ ഗുജറാത്ത് കലാപവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോഴേ ഈ നാട്ടിലെ ഞങ്ങൾ തന്നെ 5 പേര് കൊല്ലത്തുനിന്ന് വന്നവരാ. ആനി രാജ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അത്രമാത്രം അയൺ ലേഡിയായിട്ട് കണക്കാക്കിക്കൊണ്ട് ഞങ്ങൾ വന്നിരിക്കുക. ഈ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ 5 പേർക്ക് ഇതേപോലെ മണിപ്പൂരിലായാലും അങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റുമോ? രാത്രി 10 മണിക്ക് ഞങ്ങൾ ട്രെയിനിൽ വന്നു. ഇവിടെ എല്ലാം അങ്ങോളം ഇങ്ങോളം നടക്കുകയാണ്. അപ്പോഴേ ഇത്രയും LDF ഗവൺമെന്റ് വന്നതിന്റെ പേരിൽ മാത്രമാണ് ഇവിടെ സ്ത്രീ സുരക്ഷ നിലവിൽ നിൽക്കുന്നത്. നമ്മൾ ഈ ഇലക്ഷനെ കാണുന്നത് കേവലം വയനാടിന്റെ ഒരു വിഷയം മാത്രമായിട്ടല്ല. ഇന്ന് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, അതിനൊരു മാറ്റം വീണ്ടും ആവശ്യമാണ്. നമ്മൾ മുൻകാലങ്ങളിൽ അനുഭവിച്ചു പോകുന്ന വർഗീയ ഫാസിസ്റ്റ് നിലപാടുകൾ, അത് നമ്മൾ അതിനെ ഒരുപാട് മുൻകാല നേതൃത്വങ്ങൾ, ഇപ്പൊ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, പുരോഗമന ശക്തികളൊക്കെ നേടിയിട്ടാണ് നമ്മൾക്ക് നമ്മുടെ രാജ്യത്ത് ഇതുപോലെ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ നമുക്കറിയാം. മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം ഓരോ ദിവസങ്ങളും നമ്മൾ വർഷങ്ങളായിട്ട് എന്നുവെച്ചാൽ കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോഴും ഇത്തരം കൊലപാതകങ്ങളും തീയിടലുകളും എല്ലാം നടക്കുന്നുണ്ടായിരുന്നു. BJP വന്നപ്പോൾ അത് അതിനേക്കാൾ ഏറെയായി. ജനങ്ങളുടെ ഒരു പ്രതീക്ഷയായിരുന്നു കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ ഈ ഒരു മാറ്റമുണ്ടോ. പക്ഷേ കോൺഗ്രസ് പ്രതിപക്ഷത്ത് ഇരുന്നിട്ടും അല്ലെങ്കിൽ കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞില്ല. ആ പ്രതിപക്ഷത്ത് ഇരുന്നുകൊണ്ട് അവരുടെ MPമാർക്ക്, രാജ്യത്താകമാന MPമാർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോഴും ആനി രാജയെ പോലെയുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷ മണിപ്പൂരിലെ ആനി രാജ, അതുപോലെ തന്നെ ഇപ്പൊ എവിടെയാണെങ്കിലും സ്ത്രീകൾക്കെതിരെ അതിയായ അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ രാനി രാജ എന്ന് പറയുന്ന ആ ഒരു പെൺസിംഹം ചാടി വീഴാറുണ്ട്. അതൊക്കെ ഞങ്ങളുടെ ഏറ്റവും വലിയ, ഞങ്ങളുടെ ഭാവിയിൽ ഞങ്ങളുടെ തലമുറകൾക്കൊക്കെ ഉള്ള ഏറ്റവും വലിയൊരു ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതിനപ്പുറമാണ്. കാരണം ഈ മോദി സർക്കാർ ഇവിടെ ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ, 10 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ 10 വർഷത്തിന് ശേഷവും ഇവർ കാലാകാലം 75 വർഷക്കാലം ഇന്ത്യ ഭരിച്ചതാണ് കോൺഗ്രസ്. ഇവിടെ ഒരു മാറ്റങ്ങളും ഉണ്ടാക്കാൻ കഴിയാതെ ഈ പാർലമെന്റിലെ 573 സീറ്റുകളിലും വിജയം നേടാൻ പ്രാപ്തിയായ
ഒരു പാർട്ടിയായിരുന്നു കോൺഗ്രസ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഇന്ത്യക്കാരെ രക്ഷിക്കുകയും ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമായി വളരുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയത് കോൺഗ്രസ് ആയിരുന്നു. പക്ഷേ ആ കോൺഗ്രസ് ഇന്ന് ഏറ്റവും അടിത്തട്ടിലേക്ക് പോയതിന്റെ കാരണം എന്താണ്? പ്രധാനമായിട്ടും അവർ തമ്മിലുള്ള തമ്മിലടി തന്നെയാണ്. പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കാരണവശാലും രാഹുൽ മത്സരിക്കാൻ പാടില്ലായിരുന്നു. ഇന്ത്യ മുന്നണി വന്നെങ്കിൽ മാത്രമാണ് ഈ BJPയെ അധികാരത്തിൽ നിന്ന് നമുക്ക് താഴെ ഇറക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ സങ്കല്പത്തിൽ നിന്ന് വളരെ പിന്നോക്കം ഒരു ദേശീയ നേതാവാണ് ഇന്ത്യ ഭരിക്കാൻ. അതായത് കഴിഞ്ഞ ഇലക്ഷനിൽ എന്താ പറഞ്ഞത്? ഇവിടുത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നാണ്. പ്രധാനമന്ത്രി പോയിട്ട് ഒരു വാർഡ് മെമ്പർ പോലും ആകാനുള്ള യോഗ്യത ഉണ്ടോ അദ്ദേഹത്തിനെന്ന് ഇപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം 5 വർഷക്കാലം പാർലമെന്റിൽ പോയിരുന്നിട്ട് എന്താണ് അദ്ദേഹം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്? ഏതാനും അംഗനവാടികൾ കൊടുത്തു, സ്കൂൾ ബസ്സുകൾ കൊടുത്തു എന്നെല്ലാം പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു വാർഡ് മെമ്പർക്ക്, ഞാനും ഒരു ജനപ്രതിനിധിയായിട്ടിരുന്ന ഒരാളാണ്, എനിക്ക് കഴിയാവുന്ന കാര്യങ്ങളാണ്. അത് അതിന്റെ സോഴ്സുകൾ കണ്ടെത്തി ചിലപ്പോൾ പഞ്ചായത്തിന് ഫണ്ടില്ലെങ്കിൽ അതിന് വേറെ തരത്തിലുള്ള സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യസഭയിലെയോ ലോകസഭയിലോ MP-യുടെയൊക്കെ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് അദ്ദേഹം വളർന്നിട്ടില്ല എന്നാണ് നമുക്കിതുകൊണ്ട് മനസ്സിലാകുന്നത്. ഒരു കുട്ടിക്കളി. എന്തുകൊണ്ട് ഇവർക്ക് ഇവരുടെ ചിഹ്നം കൈ കാണിക്കാനും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ അവരുടെ കൊടിയും പറപ്പിക്കാനായിട്ട് ഇവിടെ കാണിക്കാൻ ഞങ്ങൾ കാണിച്ചല്ലോ. ഞങ്ങൾ CPM-ന്റെയും CPI-യുടെയും ഇതിനോടൊപ്പം നിൽക്കുന്ന ഘടകകക്ഷികളുടെ എല്ലാം തന്നെ പതാകകൾ പറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇലക്ഷൻ പ്രചരണങ്ങളിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വയനാട് കണ്ടിട്ടുണ്ടല്ലോ. വയനാട്ടിലെ ജനങ്ങൾക്ക് നല്ല തിരിച്ചറിവുണ്ടെങ്കിൽ തീർച്ചയായും ആനി രാജയ്ക്ക് വോട്ട് നൽകുകയും ഇവിടെ ഒരു മാറ്റത്തിനുള്ള കളം ഒരുക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സിലുള്ളത്. ഇത്തവണ രാഹുൽ ഗാന്ധി 5 ലക്ഷത്തിലധികം ഭൂരിപക്ഷം നേടുമെന്നുള്ള അഭിപ്രായങ്ങൾ അവർ പങ്കുവെക്കുന്നു. ആനി രാജ നില മെച്ചപ്പെടുത്തും. ഒപ്പം കെ സുരേന്ദ്രനും ഇവിടെ വലിയ രീതിയിൽ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുമെന്നുള്ള അഭിപ്രായങ്ങൾ കൂടി അവർ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇതൊക്കെ കാത്തിരുന്ന് തന്നെ നമുക്ക് കാണാം. വോട്ടോട്ടം നാളെ മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് ചേരും. അതുവരേക്കും സൈനിങ് ഓഫ്.